ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫോൺ ട്രിക്കാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഹോം സ്ക്രീൻ ലേഔട്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഫോണിൻ്റെ ഹോം സ്ക്രീനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ആപ്ലിക്കേഷൻസൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഹോം സ്ക്രീനിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഫോൺ വേറെ ആരുടെയിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. എൻ്റെ ഫോണിന് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഫോണിന് കൂടുതൽ ഓപ്ഷൻസ് കണ്ടേക്കാം. അപ്പോൾ കുട്ടികളെയൊക്കെ മാതാപിതാക്കൾ എപ്പോഴും വഴക്ക് പറയുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഇതുപോലെ ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും, പിന്നെ അത് കാണത്തില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നത് ഇത് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വേറെ എങ്ങോട്ടേലുമൊക്കെ മാറ്റിയിടും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഒരു വാട്സപ്പൊക്കെ ഇവിടെ നിന്ന് എടുത്ത് വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ടൊക്കെ കൊണ്ട് മാറ്റിയിടും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹോം സ്ക്രീനിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം. താഴെ ഹോം സ്ക്രീൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതെടുക്കുക. ലോക്ക് ലേ ഔട്ട് എന്നുള്ളത് ഓണാക്കി ഇടുക. അതിനുശേഷം നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഹോം സ്ക്രീൻ ലേഔട്ട് ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും ഇനി അതിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഹോം സ്ക്രീൻ ലേഔട്ട് ലോക്ക്ഡ്. ഇനി ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല, അത് അതുപോലെ തന്നെ അവിടെ കിടക്കും. അപ്പം ഇത് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുള്ളാകുന്ന ഒരു ട്രിക്കാണ്. മറ്റൊരാളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം നമ്മളുടെ ഈ ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും കാണുന്നത്. അപ്പം അവിടെയുള്ള ആപ്ലിക്കേഷൻസാണ് മിസ്സാകാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം സേഫ് ആയിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.